ജയ്പോക്കലൊക്കെ അടുപ്പിച്ച് 2 കളി 3 കളിയൊക്കെ തോറ്റ് ലോവസ്റ്റ് സ്കോർ KKR ആയിട്ടൊക്കെ അത്രയും നാണം കെട്ടൊരു തോൽവി. അങ്ങനെ എല്ലാം കൊണ്ടും ഒരാൾ പോലും ഓർക്കാൻ ആഗ്രഹിക്കാത്തൊരു സീസണായിരുന്നു കഴിഞ്ഞ സീസൺ. അദ്ദേഹം പറയുണ്ടായി ധോണിയുടെ ലാസ്റ്റ് സീസൺ ആയിരിക്കും ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പരിക്ക് മൂലം ഹാംസ്ട്രിങ് ഇഞ്ചുറി മൂലം ഈ സീസൺ കളിക്കില്ല എന്നുള്ളത് ചെന്നൈക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ്. വലിയൊരു തിരിച്ചടി തന്നെ, വളരെ വലിയൊരു തിരിച്ചടിയാണ്. സ്റ്റാർക്കിന് ഇഞ്ചുറിയാണ്, ആദ്യത്തെ കുറച്ച് മത്സരങ്ങൾ മിസ്സാവും. ഹെയ്സൽവുഡിന് ഇഞ്ചുറിയാണ്, ആദ്യത്തെ കുറച്ച് മത്സരങ്ങൾ മിസ്സാവും. അതുപോലെ തന്നെ കമിൻസിന് ഇഞ്ചുറിയാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ടായിരുന്നു, RCBയുടെ ആയിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ RCB കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടാണ് ചെന്നൈനെ ഡൊമിനേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. എല്ലാവർക്കും അറിയുന്ന കേസാണ്. പക്ഷേ ചില RCB ഫാൻസ് വിചാരിച്ചിരിക്കുന്നത് RCB തുടക്കം തൊട്ടേ ചെന്നൈനെ ഡൊമിനേറ്റ് ചെയ്ത് ഇതാക്കിയിരിക്കുന്ന ടീമാണെന്നാണ്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ചെന്നൈ RCB തമ്മിൽ 35 തവണ IPL ഏറ്റുമുട്ടിയിട്ടുണ്ട്. അതിൽ 21 തവണയും ജയിച്ചത് ചെന്നൈയാണ്. RCB ജയിച്ച് വെറും 13 തവണയാണ്. ജയ്പോക്കലൊക്കെ ഭീകര ഡൊമിനേഷനാണ്. നിങ്ങൾ സ്റ്റാറ്റ്സ് എടുത്ത് നോക്കണ്ട, നാറും. പിന്നെ നിങ്ങളുടെ ഹോമിൽ പോലും 5-5 ടൈ ആണ്. അതും കഴിഞ്ഞ വർഷത്തെ ഒരു ജയം കൂട്ടിയിട്ടാണ്. അതായത് കഴിഞ്ഞ വർഷം മുന്നേ വരെ ഹെഡ് ടു ഹെഡിൽ ഏറ്റവും വലിയ സ്കോർ എടുത്ത് ചെന്നൈയാണ്, ഏറ്റവും ചെറിയ സ്കോർ എടുത്ത് RCB ആണ്. പിന്നെ പ്ലേ ഓഫിൻ്റെ എണ്ണോ ഫൈനലുകളുടെ എണ്ണോ ടൈറ്റിലിൻ്റെ എണ്ണോ ഒന്നും പിന്നെ RCB ഇല്ലല്ലോ, അടുത്ത് പോലും ഇല്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കഴിഞ്ഞ കുറച്ച് സീസണിലായിട്ട് പ്ലേ ഓഫ് കളിക്കുന്നു. കഴിഞ്ഞ സീസണായിട്ട്, കഴിഞ്ഞ 2 സീസണായിട്ട് ചെന്നൈനെ ഏറ്റവും കൂടുതൽ കളിയിൽ തോൽപ്പിക്കുന്നു. ഈ 2 കാര്യപാത്രം വെച്ചിട്ട് എൻ്റെ IPL RCB ചെന്നൈനെ ഡൊമിനേറ്റ് ചെയ്തതൊക്കെ പറഞ്ഞ് കിടക്കാൻ നാടില്ല സത്യം പറഞ്ഞാൽ. എന്തായാലും IPL ഹിസ്റ്ററിയിൽ RCB ചെന്നൈനെ ഡൊമിനേറ്റ് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ KKRനെ ഡൊമിനേറ്റ് ചെയ്തില്ല. ഇനി KKR ഫാൻസിനായിട്ടും തല്ലുപിടിക്കുന്നത് കാണാം. KKR RCB ഹെഡ് ടു ഹെഡ് എടുത്താലും RCB അവിടെ നാണം കെടും. അപ്പോൾ എന്തായാലും കഴിഞ്ഞ വർഷം കപ്പ് എടുത്തു എന്നത് ഒഴിച്ച് കഴിഞ്ഞാൽ ഇവരുള്ള ഹെഡ് ടു ഹെഡ് സ്റ്റാറ്റസൊക്കെ RCB പിന്നെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്താ വന്നു. ഹലോ എവരിവൺ, വെൽക്കം ടു റോട്ടോ ടോക്സ്. അങ്ങനെ നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വർഷത്തെ IPLന് വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ് നമ്മുടെ സ്വന്തം ടീമായിട്ടുള്ള ചെന്നൈ സൂപ്പർ കിങ്സ്. അപ്പോൾ കഴിഞ്ഞ സീസൺ അറിയാം, ചെന്നൈയുടെ ഹിസ്റ്ററിയിലെ തന്നെ, അതായത് നമ്മുടെ ഇത്രയും വർഷത്തെ IPLൻ്റെ ഒരു സീസണിൽ തന്നെ ഏറ്റവും വോട്ട് സീസണായിരുന്നു. ജയ്പോക്കലൊക്കെ അടുപ്പിച്ച് 2 കളി 3 കളിയൊക്കെ തോറ്റ് ലോവസ്റ്റ് സ്കോർ KKR ആയിട്ടൊക്കെ അത്രയും നാണം കെട്ടൊരു തോൽവി. അങ്ങനെ എല്ലാം കൊണ്ടും ഒരാൾ പോലും ഓർക്കാൻ ആഗ്രഹിക്കാത്തൊരു സീസണായിരുന്നു കഴിഞ്ഞ സീസൺ. അപ്പോൾ ആ ഒരു സീസണിന് ശേഷം ചെന്നൈക്ക് ബോധോദയം വന്നു എന്ന് തന്നെ പറയാം. കാരണം ഒരുപാട് ആൾക്കാർ ടീമിൽ നിർത്തി കളഞ്ഞു. ഒരുപാട് ന്യൂ ടാലൻസിനെ സ്കൗട്ടിങ്ങിലൂടെയും അല്ലാതെയും ഓപ്ഷനിലൂടെയൊക്കെ ഒരുപാട് നല്ല ടാലൻസിനെ എത്തിച്ചു. അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് സഞ്ജു സാംസണെ ടീമിലോട്ട് എത്തിച്ചതാണ്. ഇപ്പോൾ നിലവിൽ ഏറ്റവും ഫോമിൽ കളിക്കുന്ന ഇന്ത്യൻ T20 ടീമിലുള്ള പ്ലെയറാണ് സഞ്ജു സാംസൺ. അപ്പോൾ സഞ്ജു സാംസൺ ആയിരിക്കും നമ്മുടെ ഒരു പോസ്റ്റർ ലെവലിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. ധോണിയുണ്ട്, ഋതുരാജുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇർഫാൻ പത്താൻ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറയുണ്ടായി ധോണിയുടെ ലാസ്റ്റ് സീസൺ ആയിരിക്കും ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ധോണിക്ക് പറ്റിയൊരു പകരക്കാരൻ, അല്ലെങ്കിൽ CSKക്ക് അടുത്ത അവരുടെ ഒരു ബ്രാൻഡ്, അവരുടെ ഒരു ഫേസ് വാല്യൂ, അവരുടെ ഒരു പോസ്റ്റർ ബോയ് ലെവലിലോട്ട് എത്തിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ അവർക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്, സഞ്ജു സാംസൺ. അടുത്തൊരു 6-7 വർഷത്തിലോട്ട് സഞ്ജു സാംസൺ തന്നെയായിരിക്കും CSKയുടെ ഒരു മെയിൻ പോസ്റ്റർ ബോയ് എന്ന് പറയുന്നുണ്ടാവുക. എന്തായാലും അടുത്ത സീസണോട് ചിലപ്പോൾ ക്യാപ്റ്റൻസി വൃതിരായിരുന്ന സഞ്ജു സാംസണോട്ട് എത്താനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ധോണിയെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ടീമിൻ്റെ ഒരു ബ്രാൻഡ് മൂലം ധോണിയെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വെക്കേണ്ട ആവശ്യമില്ല അവർക്ക്. ഇനിയിപ്പോൾ ധോണി അടുത്ത വർഷം ഉണ്ടാവില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ഈ വർഷം 8ാം നമ്പർ ജേഴ്സിയിലേക്കാണ് കളിക്കുകയെന്നൊക്കെ തോന്നുന്നു. അങ്ങനെ ഈ വർഷം എന്തായാലും എന്തെങ്കിലും നടക്കും എന്ന് നമുക്ക് വിചാരിക്കാം. ധോണി ടീമിൽ നിന്ന് പോവോ ഇല്ലയോ എന്നൊക്കെ എന്തായാലും പോകാനുള്ള ചാൻസ് തന്നെയാണ് കൂടുതലും കാണുന്നത്. എല്ലാം കൂടി ഒത്തു വന്നേക്കാണ് ഈ സീസണിൽ. അപ്പോൾ എന്തായാലും രവീന്ദ്ര ജഡേജയും അതുപോലെ തന്നെ സാം കർണയും കൊടുത്തിട്ടാണ് സഞ്ജു സാംസണെ മേടിച്ചേക്കുന്നത്. അപ്പോൾ രവീന്ദ്ര ജഡേജ ഇല്ലാതെ ആയിരിക്കും ചെന്നൈ ഈ സീസൺ ഇറങ്ങുന്നുണ്ടാവുക. അപ്പോൾ അത് ചെന്നൈ ആരാധകർക്കും ഒരു ഇമോഷണൽ മൊമെൻ്റ് ആയിരിക്കും. ജഡേജ ജയ്പോക്കലിൽ വന്ന് കളിക്കുന്നു, ധോണിക്കെതിരെ പന്തെറിയുന്നു. അപ്പോൾ എന്തായാലും ആ മൊമെൻറ്റ്സിനൊക്കെ നമ്മൾ വെയിറ്റിംഗ് ആണ്. അത് എത്രത്തോളം ഒരു വൈകാരികമായിട്ടുള്ളൊരു മുഹൂർത്തമായിരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ചെന്നൈ ടീമിലോട്ട് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം നമ്മുടെ ബാറ്റിങ്ങും ബോളിങ്ങും ഒക്കെ ചവറായിരുന്നു, പ്രത്യേകിച്ചെടുത്ത് പറയേണ്ട ആവശ്യമില്ല. അതിൽ തന്നെ ഏറ്റവും മോശം നമ്മുടെ ബാറ്റിംഗ് ആയിരുന്നു. നമ്മുടെ ഓപ്പണിംഗ് മുതൽ ഇപ്പോൾ ഋതുരാജിന് ഇഞ്ചുറി വന്ന് കുറച്ച് കളി കളിച്ചില്ല. കോൺവേ ആണ്, കോൺവേ, അങ്ങനെ ടോട്ടലി ഒരു ഫ്ലോപ്പായിട്ടുള്ളൊരു ബാറ്റിംഗ് നിരയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമ്മൾ മിഡിൽ ഓർഡറൊക്കെ വൻ ദുരന്തമായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചേഞ്ചസ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ വർഷത്തിലോട്ട് വരുമ്പോൾ ഓപ്പണിങ്ങിൽ ആയുഷ് മാത്രയും അതുപോലെ തന്നെ സഞ്ജു സാംസണും, പിന്നീട് അങ്ങോട്ട് നല്ല ഒരു ഡെപ്തുള്ള ബാറ്റിംഗ് തന്നെയാണ് CSKക്ക് വരുന്നത്. ശിവം ദുബെ ഇൻഫോം ബാറ്ററാണ്, സഞ്ജു സാംസൺ ഇൻഫോം ബാറ്ററാണ്, ഡേവാൾഡ് ബ്രേവിസ് ഇൻഫോം ബാറ്ററാണ്. പിന്നീട് സർഫറാസ് ഖാൻ വരുന്നുണ്ട്. അവിടെ തന്നെ കാർത്തിക് ശർമ്മയും അതുപോലെ തന്നെ ഉർവിൽ പട്ടേലും പിന്നെ പ്രശാന്ത് വീറും. കാർത്തിക് ശർമ്മയും പ്രശാന്ത് വീറും എല്ലാവരും ഉറ്റുനോക്കുന്ന 2 പ്ലേയേഴ്സ് ആയിരിക്കും. കാരണം 14 കോടി രൂപയ്ക്കാണ് ചെന്നൈ 2 പ്ലേയേഴ്സിന് ടീമിലോട്ട് എത്തിച്ചേക്കുന്നത്. അപ്പോൾ ഡൊമസ്റ്റിക് സ്കൗട്ടിങ്ങിൻ്റെ ഒരു ക്വാളിറ്റി ഈ 2 പ്ലേയേഴ്സിൻ്റെയും പെർഫോമൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് അങ്ങോട്ട് ധോണി വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം 8ഓളം പ്യൂർ ബാറ്റ്സ്മാൻമാർ വരുന്നൊരു ടീമാണ് ചെന്നൈയിലോട്ട് വരുമ്പോൾ. അപ്പോൾ എന്തായാലും ഈ വർഷം അങ്ങനെ ഓൾറൗണ്ടേഴ്സ് നമുക്ക് കാര്യമായിട്ട് അങ്ങനെ പറയാനില്ലെങ്കിൽ പോലും നല്ല ബാറ്റിങ്ങിൽ അത്യാവശ്യം ഡെപ്ത് നമ്മൾ കാണുന്നുണ്ട്. ഇനി ബൗളിങ്ങിലോട്ട് വരുമ്പോൾ കാര്യങ്ങൾ അത്ര സുഖകരമല്ല. അതിൽ മെയിൻ കാര്യം എന്ന് പറയുന്നത് നെയ്തൻ എല്ലീസ്, അദ്ദേഹം ഓസ്ട്രേലിയയുടെ T20 മെയിൻ ബോളറായിട്ടുള്ള എല്ലീസ് പരിക്ക് മൂലം ഹാംസ്ട്രിങ് ഇഞ്ചുറി മൂലം ഈ സീസൺ കളിക്കില്ല എന്നുള്ളത് ചെന്നൈക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ്. വളരെ വലിയൊരു തിരിച്ചടിയാണ്. കാരണം മദീഷ പതിരാണേനെ ചെന്നൈ ടീം ഒഴിവാക്കാനുള്ള കാരണം എലീസിനെ കണ്ടിട്ടാണ്. കാരണം എലീസ് വളരെ ഫോമിൽ വന്നെറിയുന്ന ഒരു പ്ലെയറാണ്. അദ്ദേഹം ഈ നമ്മുടെ T20 വേൾഡ് കപ്പിൽ അത്ര നല്ല രീതിയിലല്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ബാക്കി റീസെൻറ്റ് പെർഫോമൻസ് ഒക്കെ വളരെ മികച്ചത് തന്നെയാണ്. ഡെത്തിലൊക്കെ നല്ല സ്റ്റാറ്റ്സ് ഉള്ള ഒരു പ്ലെയറാണ് എല്ലീസ്. അപ്പോൾ എല്ലീസ് ഇല്ലാത്തത് വൻ തിരിച്ചടിയായിരിക്കും.
കാരണം നമുക്ക് വേറൊരു ബോളിംഗ് ഓപ്ഷൻ ആ ഒരു എലീസിൻ്റെ റോൾ ചെയ്യാവുന്നൊരു ബോളർ നമുക്കില്ല. ഇപ്പോൾ ന്യൂ ബോളിൽ കലിയിലും അതുപോലെ തന്നെ മാറ്റ് ഹെൻറി എറിയെങ്കിൽ പോലും ഡെത്തിൽ നമുക്ക് എലീസിൻ്റെ ഒരു മിസ്സിങ് നല്ല രീതിക്ക് ഉണ്ടാവും. അപ്പോൾ ഡെത്തിൽ എലീസിന് മാറി ഇപ്പോൾ കുറച്ച് പേർക്ക് സ്പെൻസർ ജോൺസണോ അല്ലെങ്കിൽ ഇപ്പോൾ കോട്ട്സ്, ബാട്ട്മാൻ, അങ്ങനെ ആര് വന്നാലും എലീസിൻ്റെ ഒരു വിടവ് നിർത്താനായിട്ട് സാധിക്കില്ല. അപ്പോൾ എലീസ് ഇല്ലാത്ത വലിയ തിരിച്ചടി തന്നെയായിരിക്കും. ഇതുവരെ വന്ന CSKയുടെ എല്ലാ പ്രോബബിൾ ലെവലിലും ഉള്ളൊരു പ്ലെയറാണ് എലീസ്. അപ്പോൾ 4 നമ്മുടെ ഓവർസീസ് പ്ലെയേഴ്സായിട്ട് 4 പേരുള്ളത് തന്നെ ഹെൻറിയും എലീസും നൂറും ബ്രെവീസുമാണ്. അപ്പോൾ എലീസ് ഇല്ലാത്തത് എങ്ങനെ ചെന്നൈ മറികടക്കില്ല, ഇപ്പോൾ പകരം ആരെ കൊണ്ടുവരുന്നൊക്കെ ഉള്ളത് വൻ തലവേദന തന്നെയാണ്. അപ്പോൾ എന്തായാലും ഒരു കപ്പ് ഉറപ്പിച്ചേക്കുന്നതിൽ നിന്ന് ആ ഒരു ലെവലിൽ നിന്ന് നമ്മൾ കുറച്ച് താഴ്ത്തു പോയിട്ടുണ്ട് എലീസ് ഇല്ലാത്തതുകൊണ്ട്. എല്ലാ ടീമിനും ഇഞ്ചുറി കൺസേൺ ഉണ്ട്. അപ്പോൾ ഇഞ്ചുറി പ്രീമിയർ ലീഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം സ്റ്റാർക്കിന് ഇഞ്ചുറിയാണ്, ആദ്യത്തെ കുറച്ച് മത്സരങ്ങൾ മിസ്സാവും. ഹെയ്സൽവുഡിന് ഇഞ്ചുറിയാണ്, ആദ്യത്തെ കുറച്ച് മത്സരങ്ങൾ മിസ്സാവും. അതുപോലെ തന്നെ കമിൻസിന് ഇഞ്ചുറിയാണ്. അതുപോലെ ഹർഷിത് റാണ, KKRനാണ് ഏറ്റവും തലവേദനയായത്. ഹർഷിത് റാണയെ പോലെ അവരൊരു കീ ബോളറാണ് ഇഞ്ചുറി ആയിട്ട് പുറത്തു പോയേക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മദീഷ ബദ്രാണ, അവർ മറ്റൊരു കീ ബോളർ, അദ്ദേഹം ഇഞ്ചുറി ആയിട്ട് അദ്ദേഹം ഇല്ലാത്ത അവസ്ഥയിലാണ്. അപ്പോൾ മൊത്തത്തിൽ ഈ ഫാസ്റ്റ് ബോളേഴ്സിൻ്റെ ഇഞ്ചുറി ഭയങ്കര തലവേദനയായിട്ടുണ്ട് എല്ലാ ടീമുകൾക്കും. എനിക്ക് തോന്നുന്നു ഈ T20 വേൾഡ് കപ്പ് കഴിഞ്ഞ ഉടനെ നമ്മുടെ IPL സ്റ്റാർട്ട് ചെയ്തൊക്കെ വലിയ രീതിയിൽ ഇഞ്ചുറി വരാനായിട്ട് അല്ലെങ്കിൽ ഇഞ്ചുറി കാരണം പ്ലേയേഴ്സ് മിസ്സാവാനായിട്ടുള്ള ചാൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് പ്ലേയേഴ്സൊക്കെ സ്റ്റാർക്കും ഹെയ്സൽവുഡും കമ്മിൻസും ഒക്കെ കുറച്ച് മത്സരങ്ങൾ മിസ്സാവത്തുള്ളൂ. എന്തായാലും ബാക്കി പ്ലേയേഴ്സ് സീസൺ പിന്നെ സാം കറൺ, അദ്ദേഹത്തിനും റൂൾഡ് ഔട്ട് ആയിട്ടുണ്ട്. ചെന്നൈ അങ്ങോട്ട് രാജസ്ഥാൻ ഈ വർഷം അവരുടെ പ്ലേയിങ് ലെവലിൽ ഉറപ്പുള്ള പ്ലെയറാണ് സാം കറൺ. അപ്പോൾ സാം കറൺ റൂൾഡ് ഔട്ട് ആയിട്ടുണ്ട്. അങ്ങനെ നിരവധി പ്ലേയേഴ്സാണ് ഇപ്പോൾ റൂൾഡ് ഔട്ട് ആയേക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി അത് കൂടില്ല എന്ന് വിചാരിക്കാം. എന്നാലും ചെന്നൈയുടെ ഏറ്റവും വലിയ കൺസേൺ ആയിട്ട് മാറിയേക്കുന്നത് ഇപ്പോൾ എലീസ് ഇല്ലാത്തതാണ്. ബാക്കി ബോളിംഗ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഹെൻറിയാണ്. അപ്പോൾ ഹെൻറി നമുക്ക് ഈ T20 വേൾഡ് കപ്പ് കണ്ടപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ഹെൻറി പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ സ്ലോ ബോൾ കട്ടേഴ്സൊക്കെ എറിയുന്ന ഒരു പ്ലെയറാണ് സാക് ഫോക്സ് എന്ന് പറയുന്ന ന്യൂസിലാൻഡ് പ്ലെയർ. നമ്മൾ കഴിഞ്ഞ ഇന്ത്യ വേഴ്സസ് ന്യൂസിലാൻഡ് സീരീസിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അത്യാവശ്യം നല്ല രീതിയിൽ അടി കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ലോ ബോൾ കട്ടേഴ്സ് ഇന്ത്യൻ കണ്ടീഷനിൽ അങ്ങനെ വർക്കാവുന്നതായിട്ട് നമ്മൾ കണ്ടില്ല. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിനെ നമ്മൾ യൂസ് ചെയ്യുമോ എന്ന് അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഹെൻറി ഓപ്പണിങ്ങിൽ ഹെൻറിയും കലിയലും ഉണ്ടാകും. പക്ഷേ ബാക്കി ഓവേഴ്സിൽ ഡെത്തിലൊക്കെ എറിയാനായിട്ട് ചെന്നൈ ആരെയായിരിക്കും നോക്കുന്നുണ്ടാവുക എന്നുള്ളതാണ് എന്തായാലും മറ്റൊരു തലവേദന. അപ്പോൾ ബാറ്റിങ്ങിൽ ഇത്തവണ സ്ട്രെങ്ത് ഉണ്ട്, അതായത് പേപ്പറിൽ നമുക്ക് നല്ല സ്ട്രെങ്ത് ഉണ്ട്, ബാക്കി പ്ലെയേഴ്സിൻ്റെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും. പക്ഷേ ബോളിങ്ങിലോട്ട് വരുമ്പോൾ നമുക്ക് വലിയ തലവേദനയാണ്. പിന്നെ രവീന്ദ്ര ജഡേജയുടെ ഒരു പകരം പ്രശാന്ത് വീറിനെ എന്നാണ് ചെന്നൈ ഉദ്ദേശിക്കുന്ന ഒരു പ്ലെയർ എന്ന് പറയുന്നത്. ഒരു ബാറ്റിംഗ് ഓൾറൗണ്ടറാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം എത്രത്തോളം എഫക്റ്റീവ് ആവും, ജഡേജയുടെ ആ ഒരു വിടവ് എത്രത്തോളം അദ്ദേഹത്തിന് നിർത്താൻ പറ്റുമോ എന്നൊക്കെ ഭയങ്കര ഒരു കൺസേൺ ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മുടെ കയ്യിൽ വരുന്ന സ്പിന്നറാണ്, അതായത് നൂർ അഹമ്മദ് കഴിഞ്ഞാൽ വരുന്ന സ്പിന്നറാണ് പ്രശാന്ത് വീർ. അപ്പോൾ പ്രശാന്ത് വീറിൻ്റെ പെർഫോമൻസും എല്ലാവരും ഒരുപോലെ ഉറ്റുനോക്കുന്നുണ്ടാവും. പിന്നെ പണ്ട് മുതലേ ചെന്നൈ ചെയ്പ്പോക്കിൽ എപ്പോഴും ഒരു സ്പിന്നിൻ്റെ അഡ്വാൻറ്റേജിൽ ജയിച്ചു പോകുന്നതാണ്. അപ്പോൾ അതിലൊക്കെ നല്ലൊരു കീ റോളുള്ള പ്ലെയർ തന്നെയാണ് ജഡേജ. അപ്പോൾ ജഡേജയുടെ അഭാവത്തിൽ ആ റോള് എന്തായാലും പ്രശാന്ത് വീർ ഒരു വലിയൊരു ഭാരം ഏറ്റെടുക്കുന്നതിൻ്റെ ഒരു പ്രഷർ അദ്ദേഹത്തിന് ഉണ്ടാവുമോ, അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അത് ബാധിക്കുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും ബാറ്റിങ്ങിൽ കഴിഞ്ഞ വർഷത്തെ പോലെയല്ല, അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ഉണ്ട്. പക്ഷേ ബോളിങ്ങിലോട്ട് വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കൺസേൺസ് ഉള്ളത്. ഇപ്പോൾ ഇന്ത്യൻ ടാലൻസ് ആയിട്ടുള്ള സർഫറാസ് ഖാൻ, ഉർവിൽ പട്ടേൽ ഇവരൊക്കെ എന്തായാലും ബെഞ്ചിലായിരിക്കും തോന്നുന്നു ആദ്യത്തെ കുറച്ച് കളികളിൽ. പ്രോബബിൾ ലെവലിലൊന്നും ഇവരില്ല. അപ്പോൾ എന്തായാലും ബെഞ്ച് സ്ട്രെങ്ത്തും അത്യാവശ്യം ഓക്കെയാണ്. പക്ഷേ ബോളിങ്ങിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് കഴിഞ്ഞാൽ ഈ സീസൺ എന്തായാലും ചെന്നൈക്ക് ഞങ്ങളുടെ 6ാമത്തെ ടൈറ്റിൽ എയിം ചെയ്യാനായിട്ട് സാധിക്കും. എനിവേ 6ാമത്തെ ടൈറ്റിൽ കിട്ടിയില്ലെങ്കിലും കഴിഞ്ഞ വർഷത്തെ പോലെ നാണം കെട്ട് നാറി തലയിൽ മുണ്ടിട്ട് ഓടേണ്ട അവസ്ഥ എന്തായാലും ഈ വർഷം വരില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ എന്തായാലും കഴിഞ്ഞ വർഷത്തെ തോൽവികൾ നമുക്ക് നല്ല പാഠം തന്നെയായിരുന്നു. ചെന്നൈ ടീം മാനേജ്മെൻറ്റൊക്കെ എന്തായാലും അതിൻ്റെ ചേഞ്ചസ് ഒക്കെ ടീമിൽ കാണാനുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ IPL വിശേഷങ്ങളായിട്ട് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ തിരുത്തുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളെ വിലയേറിയ ലൈക്കുകൾ ഇടുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളിവിടെ ബെല്ലൈക്കൺ ഉണ്ട് അത് അടിക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു. നമ്മുടെ വീഡിയോ കണ്ടതിന് താങ്ക് യു.